അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അവിടുത്തെ സ്വഹാബത്തിനെയും ഓർക്കാതെ ഒരു റമദാനും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. സ്വഹാബികളുടെ ചരിത്രവും ജീവിതവും ഒക്കെ വിശ്വാസികൾക്ക് വലിയ ഊർജ്ജമാണ്, ഈമാനികമായ വലിയ ആവേശമാണ് വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത്. താബീങ്ങളിൽപ്പെട്ട ആളുകൾ പറയുമായിരുന്നു, കുന്നാ നുഅല്ലിമു മആസിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കുമായിരുന്നു. കമാ നുഅല്ലിമു സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ സൂറത്തുകൾ പഠിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യുദ്ധങ്ങളെക്കുറിച്ച്, ആ സ്വഹാബികൾ ആ യുദ്ധത്തിൽ നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഞങ്ങൾ പഠിക്കുമായിരുന്നു, ജീവിതത്തിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമായിരുന്നു എന്ന് താബിഉകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അത്തരം ചില ചരിത്രങ്ങളാണ് ഈ റമദാനിന്റെ 16-17 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം, റമദാൻ 17-നാണ് ആ യുദ്ധം ഉണ്ടായത്. ആ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും അവരുടെ ഈമാനും വിശ്വാസികൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്തും ഊർജവും നൽകാറുണ്ട്. പേർഷ്യയിലെ ഉബുല്ല ഗ്രാമത്തിലാണ് സിനാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ ഉണ്ടായിരുന്നു. ആ ഗവർണറുടെ മകനായി സുഹൈബ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ റോമക്കാർ ആ ഗ്രാമം, പേർഷ്യൻ ഗ്രാമം ആക്രമിച്ച് പിടിച്ചുകൊണ്ടുപോവുകയും തടവിലാക്കി കൊണ്ടുപോവുകയും, അങ്ങനെ പേർഷ്യയിൽ റോമയിൽ സുഹൈബ് എന്ന് പറയുന്ന പേരുള്ള കുട്ടി വളരുകയാണ്, ഒരടിമയായി വളരുകയാണ്. ആ കുട്ടി അവിടെ വളർന്നു. പിന്നീട് അദ്ദേഹത്തിന് പേര് കിട്ടിയത് സുഹൈബ് റൂമി എന്നാണ്. പിന്നീട് അടിമ കച്ചവടത്തിൽ അങ്ങനെ കൈമാറി അവസാനം മക്കയിലെത്തുകയാണ്. മക്കയിൽ അദ്ദേഹത്തെ വലിയ വില കൊടുത്തു വാങ്ങി അദ്ദേഹത്തെ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്, തൻ്റെ കച്ചവടത്തിൽ പങ്കാളിയാക്കുകയാണ്. അങ്ങനെ മക്കയിൽ സുഹൈബ് റൂമി സ്വതന്ത്രനായി വളരുകയും കച്ചവടം ചെയ്യുകയും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് കച്ചവടം ചെയ്ത് വലിയ ധനികനായി മാറുകയും ചെയ്യുകയാണ് സുഹൈബ് റൂമി. ആ കാലഘട്ടത്തിലാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനത്തെക്കുറിച്ച് കേൾക്കുന്നതും അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതും ആ കാലഘട്ടത്തിലാണ്. വലിയ ധനികനായി വളർന്ന സുഹൈബ് റൂമി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സുഹൈബ് റൂമിയും ഹിജ്റ പോകാൻ തയ്യാറാവുകയാണ്. പ്രവാചകനോടൊപ്പം ജീവിക്കണം, സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ മക്കയിൽ പ്രയാസമാണ്. അതുകൊണ്ട് സമ്പാദ്യമെല്ലാം പെറുക്കിയെടുത്ത് സുഹൈബ് റൂമി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര തുടങ്ങാൻ ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ് മക്കയിലെ മുശ്രിക്കുകൾ പിടിച്ചുവെക്കുന്നത്. സുഹൈബ് റൂമിയോട് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സാലൂക്കായിട്ടാണ്, ഒരു കുടിയേറ്റക്കാരനായിട്ടാണ് മക്കയിലേക്ക് വന്നത്. ഒന്നുമില്ലാത്തവനായി ദരിദ്രനായി മക്കയിലേക്ക് വന്ന സുഹൈബ്, നീ സമ്പാദിച്ചതും അധ്വാനിച്ചതും ഒക്കെ ഈ മണ്ണിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ധനം മുഴുവനും മക്കക്കാർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നിന്നെ ഒരിക്കലും ഹിജ്റ പോകാൻ അനുവദിക്കുകയില്ല എന്ന് സുഹൈബ് റൂമിയോട് മുശ്രിക്കുകൾ പറയുകയാണ്. ആ സന്ദർഭത്തിൽ സുഹൈബ് റൂമി തിരിച്ചവരോട് പറയുന്നത്, എൻ്റെ ഈ സമ്പാദ്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? എങ്കിൽ നിങ്ങൾക്ക് ഈ സമ്പാദ്യം മുഴുവനും തന്ന് എന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ മുശ്രിക്കുകൾ അത് അംഗീകരിക്കുക. അവസാനം ഒന്നുമില്ലാത്തവനായി ഒട്ടുടുത്ത തൊടിയിൽ സുഹൈബ് റൂമി മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നടന്ന് തളർച്ച അനുഭവപ്പെട്ട് പ്രവാചകനെ കാണുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സുഹൈബ് റൂമിയോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. റബിഹ ബൈഉ
അബാ യഹ്യ, റബ്ബിക ബൈഉ അബാ യഹ്യ. വീണ്ടും ആവർത്തിച്ച പ്രവാചകൻ പറയും, അബാ യഹ്യ, അബൂ യഹ്യ, താങ്കളുടെ കച്ചവടം എത്ര ലാഭകരമാണ്. താങ്കൾ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവനും മക്കക്കാർക്ക് കൊടുത്തു പോരുമ്പോൾ ദീനിനു വേണ്ടിയാണ്, ഇസ്ലാമിനു വേണ്ടിയാണ് ആ പ്രയാസം സഹിച്ചത്, ആ ത്യാഗം സഹിച്ചത്, സമ്പാദ്യം ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്ന സന്ദർഭത്തിലാണ് സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത് അവതരിക്കുന്നത്. വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവരുടെ ധനം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ ചെലവഴിക്കുകയാണ്. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹു അവന്റെ അടിമകളോട് ഏറ്റവും അനുകമ്പയുള്ളവരാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വഹാബിന്റെ വിഷയത്തിൽ അയാൾ ചെയ്ത ത്യാഗത്തിന്റെ, അയാളുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന്റെ ആ ത്യാഗത്തിന്റെ ചരിത്ര മുഹൂർത്തത്തിലാണ് ഒരായത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമ്പാദിച്ചത് മുഴുവനും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മഹത്തായ അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലാർഹമായ കാര്യമാണ്. നോക്കൂ, ഈ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ് പിന്നീട് മക്ക മുശ്രിക്കുകൾ ഈ മുസ്ലിമീങ്ങളെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. മക്കക്കാർ ഇട്ടേച്ചുപോയ, മക്കയിൽ മുസ്ലിമീങ്ങൾ ഇട്ടേച്ചുപോയ സ്വത്തും സമ്പാദ്യവും ഒരുമിച്ച് ചേർത്ത് അതൊരു വലിയ തുകയാക്കി അവർ ആലോചന നടത്തി അങ്ങ് ഷാമിൽ പോയി കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കണം എന്നാണ്. അങ്ങനെ അവിടെ നിന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് ആ സംഘം യാത്ര തിരിക്കുന്നത്. വലിയ ധനവുമായി കൊണ്ട് യാത്ര തിരിക്കുകയാണ്. ആ വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട്. പ്രവാചകനും സംഘവും അബൂ സുഫിയാന്റെ യാത്ര തുടക്കത്തിലെ തടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി 15 ദിവസത്തോളം അബൂ സുഫിയാനെയും സംഘത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞു നടന്നു. കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ യാത്രയിൽ ഷാമിലേക്കുള്ള വഴി തടയാൻ പ്രവാചകനെയും സ്വഹാബത്തിനും അവരെ തടയാൻ കഴിഞ്ഞില്ല. ആ ചരിത്ര സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഖസ്വത്തു ഉശൈറ എന്ന് പറയുന്ന പേരിലാണ്. ഖസ്വത്തു ഉശൈറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോന്നു. ആ സംഘവുമായി തിരിച്ചു വരുന്ന സംഘത്തിൽ 50,000 സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് തിരിച്ചു വരുന്ന സംഘത്തെയാണ് പിന്നീട് ബദറിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടുക്കുവാൻ വേണ്ടി പിന്നീട് യാത്ര ചെയ്യുന്നത്. അപ്പോഴും അവരെ തടുക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ ആ സമയത്ത് സഹിച്ച ത്യാഗവും പ്രയാസവും നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറമാണ്, ചരിത്രങ്ങളിൽ വായിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ്. ഒരുപക്ഷെ നോമ്പിന്റെ ക്ഷീണം അനുഭവിച്ച്, ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ച്, നോമ്പ് തുറന്ന് ഈ തറാവീഹ് നമസ്കരിക്കുന്നത് പോലും വളരെ പ്രയാസത്തിലാണ്. ഒട്ടൊടുത്ത വസ്ത്രവും അല്പം കാരക്കയും വെള്ളവും ഉപയോഗിച്ച് പ്രവാചകനും സ്വഹാബികളും 150ഓളം കിലോമീറ്റർ അധികമുള്ള മദീനയിൽ നിന്ന് 150ഓളം കിലോമീറ്ററുകൾ വഴിദൂരമുള്ള ബദറിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽനടയായി സ്വഹാബത്തിനെയും കൊണ്ട് 300 ചില്ലാനം വരുന്ന സ്വഹാബികളെയും കൊണ്ട് യാത്ര തിരിക്കുകയാണ്. നടന്നിട്ടാണ് പോകുന്നത്. 2 കുതിരപ്പടയാളികൾ മാത്രമാണ് മുസ്ലിമീങ്ങളുടെ പക്ഷത്തുള്ളത്. ആ കുതിരയുടെ പുറത്ത് മാറി മാറി ഊഴം വെച്ച് സ്വഹാബികൾ ഇരിക്കുമായിരുന്നു എന്നാണ്. പ്രവാചകനും അങ്ങനെ തന്നെയാണ്. ഊഴം വെച്ച് അവർ കയറിയിരിക്കുമായിരുന്നു. 70 ഒട്ടകങ്ങളുണ്ട്. 2 കുതിരപ്പടയാളികളുടെ പുറത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവും അദ്ദേഹം അവർ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഊഴത്തിൽ പ്രവാചകൻ കുതിരപ്പുറത്ത് കയറിയിരുന്നാൽ ഞങ്ങളുടെ ഊഴം പ്രവാചകന് കൊടുക്കുമായിരുന്നു. പ്രവാചകരെ, ഞങ്ങളുടെ ഊഴം കൂടി താങ്കൾ ഉപയോഗിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്നത്, എനിക്ക് നടക്കാൻ അറിയാം. നടക്കുമ്പോൾ ലഭിക്കുന്ന കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ എനിക്കും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു നന്മയിൽ പരസ്പരം സഹായിച്ച സ്വഹാബത്തിന്റെ ചരിത്രമാണ് ബദറിൽ നമുക്ക് നൽകുന്ന വലിയ പാഠം. ഒരേ ആദർശത്തിന് വേണ്ടി പോരാടുന്ന, ഒരേ ആദർശത്തിൽ നിലകൊള്ളുന്ന ഒരു സംഘം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വിജയിപ്പിച്ച ചരിത്രം അത് നമുക്ക് വലിയ ആവേശമാണ്. ഒരുമിച്ച് ഒരേ ആദർശത്തോടു കൂടി ദുനിയാവിന്റെ വിഷയത്തിലും പരലോകത്തിന്റെ വിഷയത്തിലും ചേർന്ന് നിന്ന് പരസ്പരം സഹായിക്കുവാനും പരസ്പരം പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിന്റെ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുവാനും വിശ്വാസികളായ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റാർക്കാണ് അതിന് സാധിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
ആ സംഘം ഒരുമിച്ച് ചേർന്ന് നിന്ന് ബദറിൽ പോരാടി വിജയം വരിച്ച ചരിത്രമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഓർത്തെടുക്കുവാനുള്ളത്. ആ ചരിത്ര മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവരുടെ സന്ദേശങ്ങൾ, അവരുടെ ജീവിതം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിച്ചു കാണിക്കാൻ, മാതൃക കാണിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സംശുദ്ധമായ ഒരു വിശ്വാസത്തിൽ അടിയുറപ്പിച്ചു നിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം സഹായികളാകാൻ, പരസ്പരം സ്നേഹം മറ്റുള്ളവർക്ക് കൈമാറാൻ, ഐക്യത്തോടുകൂടി ഇസ്സത്തോടുകൂടി നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധത്തിന്റെ കെടുതിയിൽ അകപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം കണക്കിന് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്താനങ്ങളില്ലാത്തവർക്ക് അല്ലാഹു സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൺകുളിർമയുള്ള മക്കളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു കാരുണ്യം ചൊരിയുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഅഫിറത്തും ബറകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടം സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.